ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് നമുക്കങ്ങനെ പെരുന്നാളിന് ഒരു പോസ്റ്റർ അങ്ങനെ നിർമ്മിക്കാവുന്നതാണ്. തമ്പനെയിൽ കണ്ടതുപോലെയുള്ള പോസ്റ്റർ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് അതുപോലെ നമുക്ക് പല മോഡലിലും നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് അതുപോലെയുള്ള പോസ്റ്ററുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കുക. ഫസ്റ്റിലത്തെയായിട്ട് ഈ ഫിഗർ ഫ്രെയിം എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഇഷ്ടമുള്ള ഫ്രെയിം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനടിയിലോട്ട് നീക്കി ഒരുപാട് ഫ്രെയിംസ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇത് സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ഫോട്ടോ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അടിയിലോട്ടൊക്കെ നീക്കി ഒരുപാട് ഉണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ളത് ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാത്തിലും ഒരുപോലെയാണ് ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാണ്. ശേഷം നിങ്ങൾക്ക് ആരെ ഫോട്ടോ ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ എന്ത് സെലക്ട് ചെയ്യുക. ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് വരിക. അതിന് ശേഷം എന്ത് നിങ്ങൾ മോളിലായിട്ടൊരു ശരിയായിക്കാൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോയിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടുപേരോട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുക. നമുക്ക് വേണ്ടതുപോലെ എന്ത് ചെയ്യുക, ചെറുതാക്കി ഇവിടെ നിന്നും സെറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതെങ്ങനെ സേവ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിന് ശേഷം അടിയിലായിട്ട് സേവ് എന്നാണ് സാധിക്കും. അതിൽ അപ്പോൾ ഒരു ചെറിയൊരു ആഡ് വരുന്നതിന് ശേഷം നമ്മുടെ ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.